ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെറത്തിൻ്റെ ഒരു വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് രാവിലെയോ രാത്രിയോ 2 നേരമായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ചെറിയ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ആ ബീട്രൂട്ട് എടുക്കുക, ഇല്ലയെന്നാണെങ്കിൽ ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. ചെറുതാണെങ്കിൽ ഒന്ന് ഫുള്ള് എടുത്താൽ മതി. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെയുള്ള സ്ക്രാപ്പർ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ക്രാപ്പറിൽ നിങ്ങളൊന്ന് ചെറുകിയെടുക്കാൻ. സ്ക്രാപ്പർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വളരെ നൈസായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് നിങ്ങളൊന്ന് അടിച്ചെടുക്കുക. പക്ഷേ അങ്ങനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് നീര് കിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മളൊരു സ്പൂണിൽ ഉപയോഗിച്ച് അരിപ്പയിൽ കൂടെ അതിൻ്റെ നീര് അരിച്ചെടുക്കുക. പിന്നെ ഇനി ഇതുപോലെ ചെയ്യാനാണെങ്കിൽ നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പം തന്നെ ഇതിൻ്റെ നീര് നന്നായിട്ട് കിട്ടും. ഇപ്പോൾ ആ ഒരു ചെറിയ ബീട്രൂട്ട് കംപ്ലീറ്റ് ഞാൻ ഇതേപോലെ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ നീരെങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത് നോക്കാം. നമ്മൾ ചിരകിയെടുത്ത ബീട്രൂട്ട് ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് അമർത്തുമ്പം കണ്ട അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അതിൻ്റെ ആ ഒരു നീര് കിട്ടുന്നത് എന്നുള്ളത്. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ജ്യൂസ് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചാൽ കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ക്രാപ്പർ ഉള്ളവർ സ്ക്രാപ്പർ തന്നെ എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ എല്ലാം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അലോവേര ജെല്ല് നമ്മൾ അളവ് കൂട്ടിയിടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കട്ടി കൂടി വരും കേട്ടോ. അപ്പോൾ അലോവേര ജെല്ല് വീട്ടിലുള്ള ചെടികളിലുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഷെൽഫ് ലൈഫ് കിട്ടില്ല, അതായത് ഇത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതേ സ്ഥാനത്ത് പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ലാണെങ്കിൽ നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടും. അപ്പോൾ അതിട്ടിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണോളം ആൽമണ്ടിൻ്റെ ഓയിലാണ്. നിങ്ങളുടെ അടുത്ത് ആൽമണ്ടിൻ്റെ ഓയിൽ ഇല്ലെങ്കിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓയിലി സ്കിന്നിലുള്ളവരാണെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അവർക്ക് ബാക്കി ഓയിൽസ് എല്ലാം ചിലപ്പം പിമ്പിൾസ് ഉണ്ടാക്കും. ആൽമണ്ട് ഓയിൽസിന് അങ്ങനെ പിമ്പിൾ ഉണ്ടാക്കില്ല, പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ ആൽമണ്ട് ഓയിൽ. നിങ്ങളുടെ അടുത്ത് ആൽമണ്ട് ഓയിൽ അലോവേര ജെല്ലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പ്രോഡക്റ്റ് ടാഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ വെച്ചിട്ട് അത് നിങ്ങൾ അഫോർഡബിളായ പ്രൈസിൽ വാങ്ങാം. അതിനുശേഷം ഇതുപോലെയുള്ള ഒരു കണ്ടെയ്നറിൽ നിങ്ങളിത് അടച്ച് വെച്ച് സൂക്ഷിക്കുക. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഫ്രിഡ്ജില്ലാത്തവർക്ക് പുറത്ത് ഒരു 4-5 ദിവസം വെക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നവരാണ്, അല്ല ഓരോരോ ദിവസം ഉണ്ടാക്കി തേക്കുന്നവരാണെങ്കിൽ പ്രശ്നമില്ല. ഇങ്ങനെ അടച്ചു വെച്ച് സൂക്ഷിച്ച് വെച്ചാലാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇതുപോലുള്ള ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ രാവിലെ എണീച്ച പാടും ഇതൊന്ന് മുഖത്ത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മുഖം നല്ല നിറം വരാനും തിളക്കം വരാനും എല്ലാം സഹായിക്കുന്ന ഒരു അടിപൊളി സെറാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ദിവസവും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഒരു 3-4 ദിവസത്തിനുള്ളത് ആക്കി വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ റിസൾട്ട് നോക്കിയിട്ട് കുറേ ഉണ്ടാക്കി വെച്ചാൽ മതി. എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 6-7 ഒരാഴ്ചത്തേക്കുള്ളിലെല്ലാം മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി. ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കണ്ട, കാരണം ഇത് കുറച്ചും കൂടി നല്ലത് ഒരു 5-6 ദിവസത്തേക്ക് ഉണ്ടാക്കി വെച്ച് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.